സർ, എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ വിശ്വാസയോഗ്യമാണോ? വിശ്വാസയോഗ്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീ പോളുകളേക്കാൾ വിശ്വാസയോഗ്യമാണ്. കാരണം പ്രീ പോളുകൾ ഏതാണ്ട് ശരിയായിട്ടുള്ളത് 50% താഴെയാണ്. അപ്പൊ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ഒരു 10% കൂടി കൂടുതൽ വേണമെങ്കിൽ ഇന്ത്യയിൽ ശരിയായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇതൊന്നും പരിപൂർണമായും ശരിയാകണമെന്ന് നിർബന്ധം ഇല്ല. കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് പകുതിയോളം എക്സിറ്റ് പോളുകൾ കേരളത്തെ സംബന്ധിച്ച് ഒരു ഭരണ തുടർച്ച പ്രവചിച്ചിരുന്നു. അത് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള എക്സിറ്റ് പോളുകൾ ഭരണ തുടർച്ചയല്ല, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് എന്ത് ചെയ്ത് പ്രവചിച്ചിരുന്നത്. പക്ഷെ 99 സീറ്റുകളൊന്നും ആരും തന്നെ പ്രവചിച്ചിരുന്നില്ല. ആകെ ആക്സിസ് മൈൻഡിയൊക്കെ 99-നേക്കാൾ കൂടുതൽ 100-120 സീറ്റുകൾ വരെ ടുഡേസ് ചാണകീയമൊക്കെ പ്രവചിച്ചിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കണക്കുകളൊന്നും പലപ്പോഴും കറക്റ്റ് ആവാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ 2024 ലോക്സഭയിൽ തകർന്നടിയുന്നത് നമ്മൾ കണ്ടതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ എക്സിറ്റ് പോളുകളും ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ളതെല്ലാം തകർന്നടിഞ്ഞിരുന്നു. കാരണം എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത് അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പറഞ്ഞിരുന്നത്. അതായത് ഹരിയാനയിലെ എക്സിറ്റ് പോളുകളൊക്കെ എടുത്തു നോക്കിയ രസകരമാണ്. 55 മുതൽ 62 വരെ, ആകെ 90 സീറ്റുകളെന്ന് ആലോചിക്കണം. അത് എന്ത് ചെയ്തത് ഈ പറയുന്ന കോൺഗ്രസിന് പറഞ്ഞിട്ടുള്ളത് 57 സീറ്റുകളാണ് ധ്രുവ് റിസർച്ച് പറഞ്ഞിട്ടുള്ളത്. ദൈനിക് ഭാസ്കർ 44 മുതൽ 54 വരെയാണ്. പി മാർക്ക് 56 സീറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും തന്നെ പ്രവചിച്ചിരുന്നത്. ഈവൻ ആക്സിസ് മൈൻഡിയൊക്കെ അടക്കം വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എക്സിറ്റ് പോളുകളൊക്കെ നമുക്ക് കണ്ണുടച്ചും കൂടി വിശ്വസിക്കാൻ പറ്റില്ല.